ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സർക്കാർ ഭൂമിയിൽ 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. 2005 വരെയുള്ള സർക്കാർ ഭൂമി കയ്യേറ്റങ്ങൾ അംഗീകരിക്കാൻ വ്യവസ്ഥയാവുകയാണ്. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞു. 1964 ഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് അസാധാരണ ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയത്. ഭേദഗതി അനുസരിച്ച് 2005 ജൂൺ 1 10 വർഷം പൂർത്തിയാകുന്ന കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത ലഭിക്കും. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകും. 4 ഏക്കർ വരെ കൈവശാവകാശ ഭൂമിക്ക് പട്ടയം നൽകാനും ഗസറ്റ് വിജ്ഞാപനം വ്യവസ്ഥ ചെയ്യുന്നു. പതിച്ചു നൽകിയ ഭൂമി 25 വർഷത്തേക്ക് കൈമാറുമെന്ന വ്യവസ്ഥയും ഭേദഗതി ചെയ്തിട്ടുണ്ട്. ചട്ടഭേദഗതി ആയതിനാൽ നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രതികരിച്ചു. മലയോര മേഖലയെ മുന്നിൽ കണ്ടാണ് തീരുമാനമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഈ സംസ്ഥാനത്ത് വിവിധ മേഖലകൾ വന പ്രദേശം എന്നുള്ളതിൽ അല്ലെങ്കിൽ ഹില്ലി ട്രാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മേഖലകളുണ്ട്. അത്തരം ഹില്ലി ട്രാക്കിൽ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതിന്റെ ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ. അവർക്ക് മാത്രമേ ഈ 4 ഏക്കർ ഭൂമിക്കുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ. 1971 ഓഗസ്റ്റിലെ ഭൂസംരക്ഷണ നിയമം അട്ടിമറിക്കുന്നതാണ് നിലവിലെ നിയമ ഭേദഗതിയെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇത് സംബന്ധിച്ച ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് JR പത്മകുമാർ, BJPയുടെ നേതാവാണ്. അതോടൊപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് കൊച്ചിയിൽ ചേരുന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLAയും ഷാജൻ സ്കറിയ മാധ്യമപ്രവർത്തകരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയും നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉയർത്തു വന്നിരിക്കുന്നു. KPCC പ്രസിഡന്റ് തന്നെയാണ്, അതായത് VM സുധീരൻ തന്നെയാണ് ഇതിനെതിരെ ആദ്യമായി രംഗത്ത് വന്നത്. സർക്കാർ തീരുമാനം റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സംരക്ഷിക്കാനാണെന്ന് CPIM അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 77 ശേഷമുള്ള കയ്യേറ്റങ്ങൾക്ക് അനുമതി നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് VM സുധീരൻ പറയുന്നത്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരുന്നു സുധീരന്റെ പ്രതികരണം എന്നത് പ്രത്യേകം സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ആ റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. ആ റിപ്പോർട്ട് റെഡി ആയിട്ടില്ലെന്ന് തോന്നുന്നു. പ്ലീസ്. തിരുവനന്തപുരം പൂവാറിൽ നിന്ന് അരിമാനൂർ വരെ 1 കിലോമീറ്റർ നീളത്തിൽ നെയ്യാറിന്റെ തീരത്ത് സ്വകാര്യ വ്യക്തികൾ കയ്യേറി സ്വന്തമാക്കി വെച്ചിരുന്ന പുറമ്പോക്ക് ഭൂമിയാണ് നാട്ടുകാർ സംഘടിച്ച് തിരികെയെടുത്തത്. വർഷങ്ങളായി സ്വകാര്യ വ്യക്തികൾ നെയ്യാറിന്റെ തീരം കയ്യേറി തെങ്ങും മറ്റു വൃക്ഷങ്ങളും നട്ട് ഭൂമി അനുഭവിച്ചു വരികയായിരുന്നു. ഭൂമി കയ്യേറിയത് മൂലം നെയ്യാറിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും തുടർന്ന് ജലഗതാഗതം തന്നെ തടസ്സപ്പെടുകയും ചെയ്തു. നേരത്തെ നദിക്കുണ്ട ദയവായി ക്ഷമിക്കണം, റിപ്പോർട്ട് തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെയും അതുപോലെ VM സുധീരന്റെയും പ്രതികരണമുള്ള റിപ്പോർട്ടിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ചർച്ച ആരംഭിക്കാം. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വിജ്ഞാപന പ്രകാരം ജൂൺ 1 മുതൽ 2005 ജൂൺ വരെയുള്ള കുടിയേറ്റങ്ങൾക്ക് നിയമസാധുത ലഭിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ 1964 ഭൂപതിവ് ചട്ടങ്ങൾക്ക് 2005 2009 കൊണ്ടുവന്ന ഭേദഗതികൾ ഒഴിവാക്കുന്ന തീരുമാനവും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് ഇതേപ്പറ്റിയുള്ള പ്രതികരണം? ഹൈറേഞ്ച് സംരക്ഷണ സമിതി മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകർക്ക് പട്ടയം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 9 വർഷമായ സമരത്തിലാണ്. ഈ സമരത്തിന് അടിസ്ഥാനമായി ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം 1/1/77 മുമ്പ് കുടിയേറിയ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുക എന്നുള്ളതാണ്. അതിന് പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ശക്തമായ പോരാട്ടങ്ങളിലൂടെ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാവുന്ന ഒരവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് പട്ടയം കിട്ടി, ബാക്കിയുള്ളവർക്ക് പട്ടയം കൊടുക്കാൻ ഇനിയും നടപടികൾ വരാനിരിക്കുകയാണ്. ഇപ്പോൾ 2005 വരെയുള്ള കയ്യേറ്റങ്ങളെയെല്ലാം സാധൂകരിക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത് അത് വളരെ ആശങ്കയോടെയാണ് ഞങ്ങൾ കാണുന്നത്. അതിന് കാരണം ഞങ്ങൾ ആരും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. 1/1/77 വരെ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകണം എന്നുള്ള പൊതുവായ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് ന്യായമായ ആവശ്യമാണ്. പക്ഷെ കാലാകാലങ്ങളിൽ 40ഓളം വർഷങ്ങളായി ഈ ആവശ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു. അതിനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വിജ്ഞാപനം അനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഒന്ന്, അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പട്ടയ നടപടികളെ അട്ടിമറിക്കാനുള്ള ആണോ ഇത് എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പട്ടയത്തിന്റെ പേര് പറഞ്ഞ് പട്ടയ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ജനതയെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് താല്പര്യമുള്ള ചില ആളുകളുടെ
കയ്യേറ്റങ്ങളെ സാധൂകരിക്കാൻ വേണ്ടിയാണോ ഇതുപോലുള്ള ഒരു വിജ്ഞാപനം കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ഫാദർ, അതായത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന സംഘടന, താങ്കൾ അതിന്റെ രക്ഷാധികാരിയാണ്, പ്രത്യേകിച്ച് ഇടുക്കിയിലും ഹൈറേഞ്ച് പ്രദേശങ്ങളിലെല്ലാം വളരെയധികം നിർണായക സ്വാധീനം ചെലുത്താൻ തക്ക രീതിയിൽ ശക്തി പ്രാപിച്ച ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ ഒന്ന് ഒതുക്കാനും അല്ലെങ്കിൽ KM മാണിക്ക് കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലെ ഒരു തിരിച്ചുവരാനുള്ള ശ്രമമായിട്ട് അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയം പ്രത്യേകിച്ചും VM സുധീരൻ ഇതിനെതിരായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു? ഇത് രാഷ്ട്രീയ താല്പര്യത്തെക്കാൾ മറ്റ് പല താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് സംശയിക്കേണ്ടത്. ഒന്നാമത്, പട്ടയത്തിന് വേണ്ടി കാലാകാലങ്ങൾ പോരാടുന്ന ജനതയെ പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പതിവാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷെ ജനം ശക്തമായി നിൽക്കുന്നതുകൊണ്ട് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അട്ടിമറിക്കാനുള്ള ശ്രമമാണോ ഇതുപോലുള്ള ഒരിക്കലും നിലനിൽക്കാത്ത അല്ലെങ്കിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഉത്തരവുകൾ ഇറക്കി സർക്കാർ ചെയ്യുന്നതെന്ന സംശയം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് സർക്കാരിന് താല്പര്യമുള്ള ചില കക്ഷികളുടെ താല്പര്യം സംരക്ഷിക്കാൻ, അവരുടെ കയ്യേറ്റങ്ങളെ സാധൂകരിക്കാൻ വേണ്ടിയുള്ള കുറുക്കുവഴിയാണോ എന്നും ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. അത് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും ഒരുപോലെ കണ്ട് ഞങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടിയേറ്റം എന്നൊരു കാലഘട്ടത്തിൽ ഒരു അനിവാര്യതയായിരുന്നു, അങ്ങനെ വന്നവരാണ്. പക്ഷേ ഇപ്പോൾ ശക്തമായ വനനിയമങ്ങളൊക്കെ ഉള്ളപ്പോൾ വനമെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, സർക്കാർ ഭൂമി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവിടെ ആരെങ്കിലും കയ്യേറ്റം നടത്തിയാൽ അതൊന്നും അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല. കാരണം ഈ പ്രകൃതിയും അതുപോലെ തന്നെയുള്ള ഭൂമിയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം തന്നെ ഞങ്ങൾക്കുണ്ട്. ഒരു നിമിഷം, താങ്കൾ ദയവായി നമ്മോടൊപ്പം ടെലിഫോണിലേക്ക് തുടരുക. നമ്മുടെ പീപ്പിൾ ശ്രീ ഹരീഷ് വാസ്ദേവ്, അഡ്വക്കേറ്റ് ഹരീഷ് വാസ്ദേവ് ചേരുന്നു. ഒരുപക്ഷെ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞ കാര്യങ്ങളോട് താങ്കൾക്ക് വിയോജിപ്പുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. പ്രകൃതി അല്ലെങ്കിൽ ഈ കയ്യേറ്റം, കുടിയേറ്റം, ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഹൈറേഞ്ച് മേഖലയിലെ കുടിയേറ്റ കർഷകർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതിൽ പലരും ഏക്കർ കണക്കിന് ഭൂമിന്റെ ഉടമസ്ഥരാണ്. സാധാരണ പാവപ്പെട്ട ജനങ്ങളല്ല. അവർക്ക് അനുകൂലമാക്കാവുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ വരുന്നതിനെ സംശയദൃഷ്ടിയോട് തന്നെ കാണേണ്ടി വരില്ലേ? നമ്മുടെ കയ്യേറ്റവും കുടിയേറ്റവും വ്യക്തമായി നിയമത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. സർവകക്ഷി സംഘം 93 അംഗീകരിച്ചത് പ്രകാരമാണ് 1977 വരെയുള്ള വനം കയ്യേറ്റങ്ങളെ കുടിയേറ്റമായി അംഗീകരിക്കുകയും 1971 വരെയുള്ള റവന്യൂ ഭൂമി കയ്യേറ്റങ്ങളെ കുടിയേറ്റമായി അംഗീകരിക്കുകയും അവർക്ക് പട്ടയം കൊടുക്കാൻ പ്രത്യേക ചട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ 71 റവന്യൂ ഭൂമിക്കും 77 വനം ഭൂമിക്കും ഉണ്ടാക്കിയതിന് ശേഷമുള്ള കയ്യേറ്റങ്ങൾ നമ്മൾ ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം 5 വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ്. എന്നാൽ നമുക്കറിയാം ഇടുക്കി ജില്ലയിലെ പല മേഖലകളിലും അതിനുശേഷവും കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്, വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പറയുന്നത് പരിസ്ഥിതി പ്രവർത്തകരല്ല, സംസ്ഥാന പോലീസ് സേനയുടെ DIG ആയിട്ടുള്ള രാജൻ മധേക്കറിന്റെ റിപ്പോർട്ടുണ്ട്, നിവേദിത P. ഹരൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്, സുപ്രീം കോടതിയുടെ ഉന്നതാധികാര സമിതി റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും അവിടുത്തെ അർഹരായ ആളുകൾക്ക് പട്ടയം കിട്ടണം എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. അതിനെ ഒരു കാലത്തും ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ ചോദ്യം ചെയ്തിട്ടില്ല. ആ 77 മുമ്പ് കയ്യേറിയ കുടിയേറ്റക്കാർക്ക് പട്ടയം കിട്ടാനുള്ള നീക്കങ്ങളെ പോലും അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ 2005 വരെയുള്ള കയ്യേറ്റങ്ങൾ. 5 വർഷം കഠിന തടവ് കിട്ടാവുന്ന ക്രിമിനൽ കുറ്റങ്ങൾ സാധൂകരിക്കാൻ സർക്കാർ ഉത്തരവ് പുറത്തിറക്കുന്നത്. ഞാൻ ഒരു കാര്യം വ്യക്തമായി ഈ ചർച്ചയിൽ പറയാം. ഈ ഉത്തരവ് പുറത്തിറക്കിയ ഉദ്യോഗസ്ഥൻ ശ്രീ വിശ്വാസ് മേത്ത, അദ്ദേഹം ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അബേറ്റ്മെന്റ് ടു കമ്മിറ്റ് ദ ക്രിമിനൽ ഒഫൻസ്, അദ്ദേഹം ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. സെക്ഷൻ 5 ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം ചെയ്ത ഈ ഉദ്യോഗസ്ഥനെതിരായി ക്രിമിനൽ കേസ് എടുക്കുന്നത് വരെ ഞങ്ങൾ കോടതി നടപടികളുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഈ ഉത്തരവ് സർക്കാർ പിൻവലിച്ചില്ല എങ്കിൽ റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ ഫയലിൽ ഒപ്പിട്ട ഓരോരുത്തരും കോടതി മുമ്പാകെ സമാധാനം പറയുന്നത് വരെ ഈ ഉത്തരവിനെതിരായുള്ള നിയമ പോരാട്ടം ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിന്റെ പേരിൽ ഒരു പട്ടയമെങ്കിലും സംസ്ഥാനത്ത് വിതരണം ചെയ്താൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ വാങ്ങുന്നത് വരെ പെൻഷൻ വാങ്ങാത്ത രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. കാരണം ഇത് അനുവദിച്ചാൽ നിയമസഭ അറിയാതെ, പിൻവാതിലിലൂടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അറിയാതെ, ബന്ധപ്പെട്ട മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്ന് പട്ടയം കൊടുക്കുന്ന നിലപാടാണ്, ക്രിമിനൽ കുറ്റമാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഹരീഷ് വാസ്ദേവ്, ഒരുപക്ഷെ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും ഇതേ അഭിപ്രായമാണ് ഉള്ളതെന്ന് നമുക്ക് കരുതാം. പ്രത്യേകിച്ചും അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്നതിന്റെ സൂചനകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. CPIM-ഉം ഈ ഒരു നിലപാടിനെതിരെ, അതായത് ഈ അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനം ലാൻഡ് അസൈൻമെന്റ് ആക്ടിലെ പരിചയത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ചർച്ച തുടരാം. 2005 വരെയുള്ള ഭൂമി കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകാനുള്ള സർക്കാർ തീരുമാനം വിവാദത്തിലായിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വ നിരയിൽ നിന്നു തന്നെ സർക്കാർ തീരുമാനത്തിന് നേരെ വിമർശനങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു.
ഭൂനിയമ ഭേദഗതിയിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. 77 ശേഷമുള്ള കയ്യേറ്റങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നാണ് സുധീരന്റെ നിലപാട്. ഇക്കാര്യത്തിൽ നാളെ റവന്യൂ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും VM സുധീരൻ വ്യക്തമാക്കി. അതേ തുടർന്ന് ഞാൻ റവന്യൂ മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. പക്ഷേ ഫോൺ അത്ര ക്ലിയർ ആയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവുമായി നാളെ സംസാരിക്കുന്നുണ്ട്. സർക്കാർ തീരുമാനത്തിനെതിരെ CPIM ശക്തമായ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. ഭൂനിയമ ഭേദഗതി റിയൽ എസ്റ്റേറ്റുകാരെ സഹായിക്കാനാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ഇത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയ ആളുകൾക്ക്, കയ്യേറ്റക്കാർക്ക് പട്ടയം നൽകാനുള്ള ആസൂത്രിതമായ നീക്കമാണ്. അപ്പോൾ സർക്കാർ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പിടുത്തത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇത് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഭൂനിയമത്തിൽ വരുത്തിയ മാറ്റം അടിയന്തരമായി റദ്ദാക്കണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. നിയമ ഭേദഗതിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. അതേസമയം സർക്കാർ നിലപാടിനെ പ്രതിരോധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. കൈവശക്കാർക്ക് രേഖ നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നും പുതുതായി ആർക്കും ഭൂമി നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് പെട്ടെന്നൊന്നും എടുത്തിട്ടുള്ള സംഗതിയല്ല. പിന്നെ 1/1/77 മുമ്പുള്ളവർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനം കാലാകാലങ്ങളിൽ വന്ന എല്ലാ ഗവൺമെന്റുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നടപടിക്രമം പൂർത്തിയാകാത്തതുകൊണ്ടും പല വിധത്തിലുള്ള തർക്കങ്ങൾ വന്നതുകൊണ്ടും നീണ്ടുപോയി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടത്. അതിന് മുമ്പായി അഡ്വക്കേറ്റ് JR പത്മകുമാർ, താങ്കൾ BJPയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ താങ്കൾ അഭിഭാഷകൻ കൂടിയാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസ്ദേവ് പറഞ്ഞതുപോലെ വളരെ ക്രിമിനൽ ഒരു നടപടിക്രമമായിട്ടാണ് ഈ ഒരു ലാൻഡ് അസൈൻമെന്റ് ആക്ടിനെ കാണേണ്ടത്. അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണത്തിൽ BJPയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ കൂടി താല്പര്യമുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, എന്ത് പച്ച കള്ളമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുറെ കാലങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഇപ്പൊ നേരത്തെ നമ്മളൊരു റിപ്പോർട്ട് കണ്ടു, ഫാദറിന്റെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ, അവർ ആവശ്യപ്പെട്ടത് 77 വരെയുള്ള അവരുടെ കുടിയേറ്റങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വേറെ ആരാ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഈ 2005 വരെയുള്ള കയ്യേറ്റങ്ങൾ സാധൂകരിക്കണമെന്ന് കേരളത്തിൽ ആരാ ആവശ്യപ്പെട്ടത്? ആവശ്യപ്പെട്ടത് ആരാണെന്ന് മുഖ്യമന്ത്രി പറയണ്ടേ? ഇത് വെറും ഈ കുറെ തട്ടിപ്പ് UDFന്റെ അധികാരത്തിലിരിക്കുമ്പോൾ ഏതെല്ലാം സൗജന്യങ്ങൾ ആർക്കെല്ലാം ചെയ്തു കൊടുത്തു അതിന്റെയൊക്കെ പിന്നിൽ ഭീമമായ അഴിമതിയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ബാർ നയമായാലും നമുക്കത് പരിശോധിച്ച് നോക്കാം. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് നോക്കിയാലും അതറിയാം. ഇതും അതിന്റെ പിന്നിൽ വ്യാപകമായ വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടാത്തൊരു ആനുകൂല്യമാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിയമപരമായി നിലനിൽക്കുന്ന ഹരീഷ് വാസുദേവൻ പറഞ്ഞതുപോലെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. ഇതിന് മുൻകൈയെടുത്ത മന്ത്രി ഉൾപ്പെടെ നാളെ മറുപടി പറയേണ്ടി വരും. ഇതിൽ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടിയും കോൺഗ്രസും ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ KM മാണിയെയും അതുപോലെ തന്നെ നമ്മുടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെയും അവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല, ഞങ്ങളാണ് ഈ പട്ടയത്തിന്റെ ചാമ്പ്യന്മാരാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമാണ്. അതിലൂടെ വലിയൊരു അഴിമതിക്ക് തുടക്കം കുറിച്ചിരിക്കും. തിരിച്ചു വരാം. നമുക്ക് അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസിന്റെ പ്രതിനിധി, പ്രതികരിക്കാൻ നമ്മോടൊപ്പം ഉണ്ട്. അതിന് മുൻപായി മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയ ചേരുന്നു. താങ്കൾ ഒരുപക്ഷെ ഈ ഹൈറേഞ്ചിലെ പട്ടയ ഭൂമിയെക്കുറിച്ചും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ അധികം പഠനം നടത്തുകയും വാർത്തകൾ നൽകുകയും ചെയ്യുന്നവരാണ്. ഇത്തരം ഒരു അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയുള്ള ഈ ലാൻഡ് അസൈൻമെന്റ് നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരുന്നത്, അതിന്റെ പിന്നിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്നാണ് ഇതിനെക്കുറിച്ച് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഈ ലാൻഡ് അസൈൻമെന്റ് എന്നുള്ളത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. 1977 വരെയുള്ള, ഞാനൊരു മലയോര കർഷകന്റെ മകനാണ്. ഈ മലയോര വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ്. 77 വരെയുള്ള ഭൂമിക്ക് പട്ടയം കിട്ടുക എന്നുള്ള പ്രശ്നം പോലും പരിഹരിക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ സമ്മതിക്കത്തില്ല. ഇപ്പോഴും ഇടുക്കി ജില്ലയിലെ പല സിറ്റികളും, പ്രത്യേകിച്ച് കട്ടപ്പനയടക്കമുള്ള സിറ്റികൾ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ വനപ്രദേശമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2005 വരെയുള്ള കയ്യേറ്റങ്ങൾ ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മതികെട്ടാൻ മുതല് എനിക്ക് കൃത്യമായിട്ടറിയാം. നമ്മുടെ ഈ കോട്ടയം മറ്റേ പല പ്രദേശങ്ങളിലുമുള്ള സ്ഥലങ്ങളിൽ നടത്തിയിരുന്ന ഭീകരമായ, പത്തനംതിട്ടയിലൊക്കെ അതിഭീകരമായ കയ്യേറ്റങ്ങളുണ്ട്. ഈ കയ്യേറ്റങ്ങളെ സാധൂകരിച്ചു കൊടുക്കാൻ വേണ്ടി നടത്താൻ ഏറ്റവും എനിക്ക് വിശ്വസിക്കാൻ എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റും ക്രിമിനൽ ആക്ടിവിറ്റി. അത് രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഒരു കർഷകനും ഒരു സഭയും, സാധാരണഗതിക്ക് ഇങ്ങനെ കുടിയേറ്റങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും വേണ്ടിയിട്ട് മുമ്പിൽ നിൽക്കുന്ന അച്ഛന്മാരും സഭയുമാണ്. അവര് പോലും ആവശ്യപ്പെടത്തില്ല. ഞാൻ ഇന്നേ വരെ
ഒരു വൈദികനെയോ ഒരു മലയോര കർഷക നേതാവിനെയോ കണ്ടിട്ടില്ല ഈ 2005 വരെയുള്ള കയ്യേറ്റങ്ങൾ ശരിയായി. ഇത് മുഴുവൻ നടത്തിയിരിക്കുന്നത് ഇവിടെ ഉന്നത സ്വാധീനമുള്ള നമ്മുടെ പാലക്കാട് നെല്ലിയമ്പാടി പോലുള്ള സ്ഥലങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ ഉന്നത സ്വാധീനമുള്ള വലിയ പ്രമാണിമാരായ ആളുകളാണ് ഈ കയ്യേറ്റം. അതിനെ സ്വാധീനിക്കുന്നതിന് പിന്നിൽ അഴിമതിയുണ്ട്, തട്ടിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പോലുള്ള സംവിധാനങ്ങളെ തകർക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ സ്കാമായി ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളത് അതിശക്തമായ രീതിയിൽ ഇറങ്ങേണ്ടിയിരിക്കുന്നു ഇതിനെതിരെ. 2005 വരെയുള്ള സർക്കാർ ഭൂമി കയ്യേറ്റങ്ങൾ അംഗീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഹൈറേഞ്ച് കയ്യേറ്റ ഭൂമി നിയമം, അതായത് ലാൻഡ് അസൈൻമെന്റ് ആക്ട്, കയ്യേറ്റ ഭൂമികളെല്ലാം നിയമസാധുത വരുന്ന ലാൻഡ് അസൈൻമെന്റ് ആക്ട് ഒരു അസാധാരണ ഗസറ്റിലൂടെ അല്ലെങ്കിൽ വിജ്ഞാപനത്തിലൂടെ ഇന്ന് സർക്കാർ വ്യവസ്ഥയാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് വിജ്ഞാപനവും പുറത്തിറക്കി കഴിഞ്ഞു. എന്നാൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇത്തരമൊരു നീക്കത്തിനെതിരെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി തന്നെ. ഏതായാലും ഈ ചർച്ച തുടരുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയുടെ അഭിപ്രായം കൂടി നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് BRM ഷഫീർ, ഒരുപക്ഷെ അദ്ദേഹം KPCC പ്രസിഡന്റിനോട് വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. താങ്കൾക്ക് കൃത്യമായി ഇതേക്കുറിച്ച് നിലപാട് പറയാൻ സാധിക്കും? 1964 ലാൻഡ് അസൈൻമെന്റ് ആക്ട് പലതവണ ജനങ്ങളുടെ ജനാഭിലാഷം മാനിച്ചുകൊണ്ടാണ് 2005 2009 2 ഭേദഗതികൾ കൊണ്ടുവന്നത്. ഈ ഭേദഗതികൾ നിലവിലിരിക്കവേ ഒരു അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനത്തോടുകൂടി ഈ ഭേദഗതികളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് ഈ 2005 ജൂൺ മാസം 1 വരെയുള്ള സകലമാന കുടിയേറ്റങ്ങൾക്കും പട്ടയം അനുവദിച്ചുകൊണ്ടുള്ള ഈ അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ബഹുമാനായ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്നും ഇത് അനധികൃത കയ്യേറ്റക്കാരെ സഹായിക്കാനുള്ള വാദഗതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ, വമ്പിച്ച ജനരോഷങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു ജനാധിപത്യ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിന്റെ സാഹചര്യത്തിൽ നിർബന്ധമായും ബഹുമാനപ്പെട്ട ശ്രീ KPCC പ്രസിഡന്റ് ബഹുമാനായ റവന്യൂ വകുപ്പ് മന്ത്രിയോട് നാളെ കൂടിക്കാഴ്ച നടത്തണമെന്ന് വ്യക്തമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏത് കാലാവസ്ഥയിലാണ് ഈ അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്, ഇതിന്റെ നിയമസാധുത എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഇടുക്കി ജില്ലയിലെ ഞങ്ങളുടെ DCCയുടെ പ്രസിഡന്റ് ശ്രീ റോയ് കെ പൗലോസ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കൂടി ഈ ചർച്ചയിൽ പങ്കാളിയാകണമെന്ന് KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും നാളെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായും DCC പ്രസിഡന്റുമായും സംസാരിച്ചതിന് ശേഷം നാളെ മുഖ്യമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം KPCC പ്രസിഡന്റ് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനം, ആ സർക്കാർ തീരുമാനം ഒരു എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി KPCC പ്രസിഡന്റ് പോലും അറിയാതെ അദ്ദേഹം വന്നിട്ട് ഓരോരുത്തരെ വിളിച്ചു, പരിതാപകരമല്ലേ? ഞങ്ങൾ 1977 വരെയുള്ള സകലമാന കുടിയേറ്റങ്ങൾക്ക് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ KPCCക്ക് യാതൊരു അവ്യക്തതയുമില്ല. അവർക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പാർട്ടിയിലും അതുപോലെ തന്നെ UDFലും ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങളെ സ്വാഭാവികമായിട്ടൊരു പാർട്ടിയുടെ ഒരു ഗവൺമെന്റിന്റെ നടപടിയെ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് പാർട്ടിയാണല്ലോ. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ ബോധ്യപ്പെടുന്ന തരത്തിൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത KPCCക്കുണ്ട്. അത് സ്വാഭാവികമായിട്ടും നാളത്തെ ചർച്ചയോടുകൂടി ജനങ്ങൾക്ക് കൂടുതൽ സുതാര്യമായ രീതിയിൽ ബോധ്യപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നം വർഷങ്ങളായി കുടിയേറ്റം നടത്തിക്കൊണ്ടുന്ന ചെറുകിട കർഷകരുണ്ട്. അവർ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരുടെ പിൻതലമുറക്കാർക്ക് 2009 ഭേദഗതി പ്രകാരം 25 വർഷക്കാലത്തേക്ക് ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ അവരുടെ ലീഗൽ ഹെയർസിന് ആ ഭൂമി അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ അവിടെ ആവശ്യപ്പെടുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും ഉണ്ടായിരുന്നെങ്കിൽ അച്യുതാനന്ദനെതിരായിട്ട് കാസർഗോഡ് സാധാരണക്കാരെ കർഷകരുടെ വരുമാന പരിധി വെട്ടിക്കുറയ്ക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങൾ അവിടുത്തെ ചെറിയ ചെറിയ കടകൾക്ക് പട്ടയം കൊടുക്കണമെന്ന് ഞാൻ പറയട്ടെ. ഞങ്ങൾ KPCCയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് വിശിഷ്യ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഭരണ സംവിധാനവും KPCC പ്രസിഡന്റും എല്ലാ മാഫിയകൾക്കുമെതിരാണ്. അത് റിയൽ എസ്റ്റേറ്റ് മാഫിയ ആയിരുന്നാലും, അത് കയ്യേറ്റ മാഫിയ ആയിരുന്നാലും, വനം മാഫിയ ആയിരുന്നാലും, ഖനന മാഫിയ ആയിരുന്നാലും ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല.
അത് മധ്യ വിഷയത്തിൽ ഉൾപ്പെടെ അത് തെളിഞ്ഞ അവസരം തരാം. അതായത് ഉപാധിരഹിതമായിട്ടുള്ള പട്ടയമാറ്റം എന്ന് പറയുന്നതിനാണ് ഹരീഷ് വാസുദേവ് ക്രിമിനൽ കുറ്റമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത്രയും ആ കാര്യം 6 മാസത്തിനകത്ത് നിയമസഭയിൽ എന്തിനും 6 മാസത്തിനകത്ത് ഞങ്ങൾ ഇത് നിങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല, മുന്നണി ചർച്ച ചെയ്തിട്ടില്ല, പിന്നെ അത് ആർക്ക് വേണ്ടി? അതാണല്ലോ അസാധാരണമായ രീതിയിൽ ഹരീഷ് വാസുദേവ്, താങ്കൾ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച പോലെ ഈ അടുത്ത കാലത്ത് പോലും ഒരുപാട് അനധികൃത കയ്യേറ്റങ്ങൾ നടക്കുന്ന പ്രദേശമാണ് കേരളത്തിന്റെ ഹൈറേഞ്ച്. അതെല്ലാം മറച്ചുവെക്കുന്നു. അവരെല്ലാം വെള്ളപൂശാനുള്ള ഒരു ഗൂഢനീക്കമായിട്ട് കൂടി ഇതിനെ കാണേണ്ടി വരില്ലേ? ശ്രീ പ്രദീപ്, ഇത് ആദ്യമായിട്ടല്ല UDF സർക്കാർ ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ഈ സർക്കാർ വന്ന് ആദ്യ വർഷം ഒരു ജനുവരി 8-ാം തീയതി എടുത്ത ഒരു മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് എല്ലാ നികത്തലുകളും സാധൂകരിച്ചു കൊടുക്കുക എന്നുള്ളത് 2012 എടുത്തിട്ടുള്ള തീരുമാനമാണ്. 2012-2013 വർഷത്തിലെടുത്ത തീരുമാനം 6 മാസങ്ങൾക്ക് ശേഷം വിവരാവകാശ നിയമപ്രകാരം ഞാൻ പുറത്തെടുത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ വഴി പറഞ്ഞപ്പോഴാണ് അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഇത് അറിഞ്ഞതെന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചതാണ്. 6 മാസക്കാലം രഹസ്യമായി നീക്കി അത് മുന്നോട്ട് കൊണ്ടുപോയി. ഇടുക്കി ജില്ലയിലെ 2 ലക്ഷം മരങ്ങൾ മുറിക്കുന്നതിനുള്ള ക്യാബിനറ്റ് എടുത്തു. കൈരളി പീപ്പിൾ TV ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തുവിട്ടപ്പോഴാണ് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മറ്റാളുകൾ അറിയുന്നത്, മുന്നണി അറിയുന്നത്, KPCC പ്രസിഡന്റ് അറിയുന്നത്, ഇടുക്കിയിലെ DCC പ്രസിഡന്റ് അറിയുന്നത്. ഇത്തരത്തിൽ നിരവധി എണ്ണി പറഞ്ഞാൽ ഒരു 10 എണ്ണമെങ്കിലും പറയാവുന്ന രീതിയിൽ കേരളത്തിലെ പൊതുഭൂമിയും കേരളത്തിലെ വനഭൂമിയും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ, രഹസ്യ തീരുമാനങ്ങൾ നിയമസഭയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഈ ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതിന് രേഖകൾ സാക്ഷിയാണ്. ഒരു കാര്യം ഹരീഷ് വാസുദേവൻ ഒരുപക്ഷെ മറുപടി പറയാൻ സാധിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഒരുപാട് വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അല്ലെങ്കിൽ അവർ അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിലെ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു ന്യായമായ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ? ശ്രീ പ്രദീപ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ 77 വരെയുള്ള കയ്യേറ്റങ്ങളെ കുടിയേറ്റങ്ങളായി ആരും അംഗീകരിക്കുന്നില്ല. നമ്മൾ ആകാശത്തു നിന്നല്ല ചർച്ച ചെയ്യുന്നത്. ഭൂമിയിൽ ഇറങ്ങി നോക്കിയാൽ ഇടുക്കി ജില്ലയിലെ ഓരോ വില്ലേജ് ഓഫീസിലും ലാൻഡ് റവന്യൂ രജിസ്റ്ററുകൾ പരിശോധിച്ചാൽ വനഭൂമിയും റവന്യൂ ഭൂമിയും തമ്മിലുള്ള തർക്കങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുകയും അതിന് രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിച്ചാൽ ആരാണ് കയ്യേറ്റക്കാർ, ആരാണ് യഥാർത്ഥ കുടിയേറ്റക്കാർ, കർഷകർ എന്ന് തിരിച്ചറിയാൻ കഴിയും. അത് പബ്ലിഷ് ചെയ്യുന്നതിന് പകരം സ്വന്തം ഓഫീസിൽ ക്യാമറ വെച്ചുകൊണ്ട് സുതാര്യമായ ഭരണമാണെന്ന് വാദിക്കുകയും ഇത്തരത്തിൽ രഹസ്യമായ ഉത്തരവുകൾ നിയമസഭയെയും മുന്നണിയെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇറക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം, അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഏത് സാഹചര്യത്തിലാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുക? VM സുധീരൻ ചോദിച്ചതുപോലെ. അല്ല, ഇതില് നേരത്തെ ഇത് പറഞ്ഞില്ലേ 2005 ഈ 64 നിയമത്തില് 2005 ഭേദഗതി വന്നു. അന്ന് പറഞ്ഞതെന്താണ്, 1 ഏക്കർ ഭൂമിക്ക് പട്ടയം കൊടുക്കാം. 2009 വന്ന 25 വർഷം ആ കാലാവധിക്ക് ശേഷം ഈ വസ്തു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ഈ രണ്ടെണ്ണവും ഒരു സുപ്രഭാതത്തിൽ ഷഫീർ പറഞ്ഞ പോലെ അസാധാരണമായ ഒരു ഗസറ്റിൽ ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തിയത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം. 3 സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് 3 ലക്ഷത്തോളം ആളുകള് അപേക്ഷയും കൊടുത്തിട്ട് കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 3 സെന്റ് വസ്തു അവരുടെ കണ്ണീര് കാണാൻ അവർക്ക് ആഗ്രഹം. പട്ടയ രേഖകൾ കൈവശം വെച്ചിട്ട് പോലും സ്ഥലം ഭൂമി കിട്ടാൻ നടക്കുന്ന ആളുകളുണ്ട്. 3 ലക്ഷം പേര് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആദിവാസികള് ഇവിടെ നിൽപ്പ് സമരം, ഇരിപ്പ് സമരം, ഭൂമിയിൽ കയ്യേറി കുടിൽകെട്ടി സമരം, അതൊന്നും കാണാൻ ഇവർക്ക് ഒരു കണ്ണില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ പത്രപ്രവർത്തകൻ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണിത്. ഇതിന്റെ പിന്നിലുള്ള UDF ഗവൺമെന്റ് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ അഴിമതിയാണ്. അതിന് അടൂർ പ്രകാശ്, അതിനും ഉമ്മൻചാണ്ടിയും കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ്. ഒരു പക്ഷേ നമുക്ക് ഇതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കൂടി നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കരുതുന്നു. സർക്കാർ തീരുമാനം, അതായത് അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ തീരുമാനം, അതായത് ലാൻഡ് അസൈൻമെന്റ് ആക്ട് 2005 വരെയുള്ള 1964 ഭൂപതിവ് ചട്ടങ്ങൾക്ക് 2005-ലും 2009-ലും കൊണ്ടുവന്ന ഭേദഗതികൾ ഒഴിവാക്കുന്ന തീരുമാനം വന്നിരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ അസംബ്ലി
അസംബ്ലി പിരിഞ്ഞിട്ട് ഒരു അസംബ്ലിയിലെങ്കിലും നിയമസഭയിലെങ്കിലും ഇത് കൊണ്ടുവന്ന് നിയമമാക്കി എടുക്കാനുള്ള ആ ഒരു സാമാന്യമായിട്ടുള്ള മര്യാദയെങ്കിലും കാണിക്കുന്നതിന് പകരം അസാധാരണ ഗസറ്റ് വിജ്ഞാപനം. ശ്രീ ഷാജൻ സ്കറിയ എങ്ങനെ കാണുന്നു ഇതിനെ? ഇല്ല, ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുമ്പ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 ആഴ്ച മുമ്പ് ഇതൊരു എനിക്കൊന്ന് 1-2 ചെറിയ പത്രങ്ങളൊക്കെ വന്നിരുന്നു. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിത് വളരെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തി ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുന്നിടത്തോടുകൂടി അവരെ സംബന്ധിച്ചുള്ള ഈ മലയോര കർഷക മേഖലയിലുള്ള ചില പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട്. ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞങ്ങളാണ് സംരക്ഷകരെ എന്ന് വരുത്തി തീർക്കാവുന്ന ഒരു അജണ്ടയുണ്ട്. ഇന്ത്യയിൽ അതിനേക്കാൾ കൂടുതൽ അഴിമതിയുണ്ട്. കാരണം ഞാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാത്ത കാര്യം, അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആളുകൾ, അതായത് ഇവിടുത്തെ കർഷകർ, ഈ കർഷകരുടെ പ്രശ്നം നന്നായി മനസ്സിലാക്കിയിട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഒരു മലയോര കർഷകന്റെ മകനാണ്. അതായത് കർഷകര് 77-ന് മുമ്പുള്ള കയ്യേറ്റങ്ങൾ, നമ്മൾ കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കുടിയേറ്റങ്ങൾ എന്ന് പറഞ്ഞു. ഈ കുടിയേറ്റങ്ങൾ സ്ഥിരീകരിക്കണമെന്നുള്ള വാദം പോലും ഇന്നേ പ്രോപ്പറായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഇതുവഴി ഈ ഒരു പുതിയ നീക്കം വരുന്നതുകൊണ്ട് ഒരിക്കലും ഇവര് അനുവദിച്ചാൽ പോലും കേന്ദ്ര വനം നിയമം അനുസരിച്ച് ഇതിന് പട്ടയം കൊടുക്കുന്നത് സാധൂകരിക്കപ്പെടത്തില്ല. ഇത് വാസ്തവത്തിൽ ഇതിന് ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിഷ്കാരം കാരണം ഇതിന് മുമ്പുള്ള, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഏലപ്പട്ടയം വലിയൊരു അതായത് ഏലക്കാടുകൾക്ക് പട്ടയം കൊടുക്കുന്ന ഒരു വലിയ വിവാദ വിഷയമാണ്. ഇന്നേ വരെ പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയും അർഹതയുള്ള കർഷകർ പോലും അവഗണിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോർജിനെ പോലുള്ളവര് അഭിപ്രായം പറഞ്ഞൊരു വിഷയമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, മലയോര കർഷകർ പോലും ഇതിനെ ഈ 2005 അല്ലെങ്കിൽ 77-ന് ശേഷമുള്ള കാര്യം ഡിമാൻഡ് ചെയ്യാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര വനം നിയമം ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ പരിഷ്കാരം വഴി ഇവർക്ക് അഴിമതി നടത്തുക എന്നുള്ളതൊപ്പം തന്നെ ഈ ഒരു പട്ടയം അല്ലെങ്കിൽ ഈ മലയോര കർഷകരുടെ പ്രശ്നം ഒരു വലിയ വഷളാക്കി മാറ്റി ഒരുപക്ഷെ ഇനി പിന്നിൽ ഒരു കേന്ദ്ര സർക്കാരിനെ ഒരു പ്രതിക്കൂട്ടിലേക്ക് എന്നുള്ള അജണ്ട പോലും, കാരണം BJP-യുടെ മുന്നേറ്റം അതൊക്കെ പറയുന്നുള്ളൂ, ഇതുപോലും ഉണ്ടാകാം ഞാൻ സംശയിക്കുന്നു. എന്തായാലും ഒരു വളരെ കൃത്യമാണ് ഈ അടുത്ത കാലം ഈ ഒരുപാട് സ്കാൻഡലസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരാണിത്. നമുക്കറിയാം ഈ കൊച്ചിയിലെ ഹൈക്കോടതിയിലെ പറഞ്ഞ ആ ഒരു ദണ്ഡപാണി ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ഉണ്ടായ വിവാദം നമുക്കറിയാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത്രയും വലിയ സ്കാൻഡലസ് നടക്കുന്നതിന്റെ ഇടയിലെ ഏറ്റവും വലിയ സ്കാൻഡലസ് ഡിസിഷൻ ഏതാ ഞാൻ കരുതുന്നു. യെസ്, ഒരു പക്ഷേ BRM ഷഫീറിന് കൂടി അവസരം നൽകേണ്ടതുണ്ട്. അദ്ദേഹം ഒറ്റപ്പെട്ടു പോയോ എന്ന് വരെ നമ്മൾ ആശങ്കപ്പെടുന്നു. പക്ഷേ ഇത് പട്ടയമല്ല രേഖയാണെന്നൊക്കെ ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞോളൂ. ഞങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് വർഷങ്ങളായി ഏകദേശം 1971 മുതൽ കൃഷി ചെയ്ത് തന്റെ ജീവിത ക്രമമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനതയുടെ വികാരങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് റിസോർട്ട് മാഫിയയെ സഹായിക്കുന്ന സമീപനമാണെങ്കിൽ ന്യൂനതയുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ എന്തെങ്കിലും ടെക്നിക്കാലിറ്റി ഉണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി അത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നും പൊതുജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതാണ് എന്നുള്ള KPC പ്രസിഡന്റ് നയം നാളെ അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നതോടുകൂടി അത് പൂർണ്ണതയിലെത്തും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഷാജൻ സ്കറിയ പറഞ്ഞു, ശ്രീ പത്മേട്ടൻ പറഞ്ഞു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണനും പിന്നെ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലുമൊക്കെ വളരെ പ്രകൃതി സ്നേഹികളായിട്ട് നടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫാദർ ശ്രീ കൊച്ചുപുരയ്ക്കൽ ഇടുക്കിയിൽ ജില്ലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ കുടിയേറ്റക്കാരുടെയും ഇതേ കർഷകരുടെയും പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും വലിയ മറുമരുന്നായ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായി, അതിനുശേഷം വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായി ഇവിടെ വമ്പിച്ച കലാപമുണ്ടാക്കിയ ആളാണ് ശ്രീ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ. ഇന്ന് അദ്ദേഹം വലിയ കർഷക സ്നേഹവും പ്രകൃതി സ്നേഹവും നടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ JR പത്മകുമാർ, അദ്ദേഹത്തിനെ കുറിച്ച് അറിയാമല്ലോ. 2013 UPA സർക്കാർ കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് പരിസ്ഥിതി ആഘാത പഠനം, സാമൂഹിക പഠനം. ആ പഠനം വേണ്ട എന്ന് അതിനെ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമം കൊണ്ടുവരാൻ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന BJP-യുടെ നേതാവാണ് ശ്രീ പത്മകുമാർ. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പാർട്ടി ഓഫീസിന്റെ മറവിൽ ചെമ്പു പട്ടയങ്ങളുടെ മറവിൽ ഒരു പാർട്ടി ഓഫീസും റിസോർട്ടുകളും പണിത് കൂട്ടിയ ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കർഷകരോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. M. M. മണി പ്രതികരിച്ചില്ലല്ലോ. ഇടുക്കി ജില്ലയിൽ ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ 3 പൂച്ചകളുമായി പോയി റിസോർട്ടുകൾ വലിച്ചിട്ടപ്പോ അതിനെതിരെ കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞ ശ്രീ സീമാൻ സഖാവ് M. M. മണിയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണെന്ന് കോൺഗ്രസിന് അറിയാൻ താല്പര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയും, സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നട്ടലോടുകൂടി പറയുന്നു. അല്ല,
VS അച്യുതാനന്ദന്റെ ഉൾപ്പെടെയുള്ളവരുടെ കാലുവിട്ടു എന്ന് പറഞ്ഞ ആളല്ലേ സഖാവ് എം എം മണി. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഞങ്ങൾ കർഷകരുടെ കൂടെയാണ്. കർഷകരെ സംബന്ധിച്ച് ഞങ്ങൾ പോകുമ്പോൾ ഇതിന്റെ നിലപാട് നല്ല അവസരമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ആദർശ ശുദ്ധിയുള്ള കുറച്ചെങ്കിലും ആളുകൾ ശേഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം തട്ടിപ്പുകൾക്ക് കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ആദർശത്തിന്റെ ഒരുപക്ഷെ ക്ഷമിക്കണം VM സുധീരനെ കുറിച്ച് അദ്ദേഹം മദ്യനയത്തിലെടുത്ത നിലപാടുകളെ കുറിച്ച് അറിയാലോ. ഇപ്പോൾ അവസരം തരാം. ഒരുപക്ഷെ ആദ്യം എടുത്ത് അവസാനം ഇവിടെ അദ്ദേഹം അവസാനിപ്പിച്ചു എന്നുള്ള കാര്യമല്ലാതെ അധികാര രാഷ്ട്രീയത്തിനോട് സന്ധി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആദർശ രാഷ്ട്രീയം എല്ലാം മടക്കി വെച്ചിട്ട് ഇപ്പൊ സ്വസ്ഥായിട്ടിരിക്കുന്ന ഒരാളാണല്ലോ VS സുധീരൻ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. എങ്കിൽ പിന്നെ ഈ 4 ഏക്കർ എന്നുള്ള നിലപാട് താങ്കൾക്ക് ഇടുക്കി ജില്ലാ സെക്രട്ടറി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയുടെ നിലപാടിനെ കുറിച്ച് അറിയണമെന്നുണ്ടോ? ശ്രീ MM മണി, താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇടുക്കി CPIMന്റെ ഇടുക്കിയിലെ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ പുതിയ വിജ്ഞാപനത്തെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ നിലപാട്, അതാണ് ചോദിക്കുന്നത്. അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന നിലപാടെന്തോ ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട്. കാലങ്ങളായി ഈ രംഗത്തെടുത്തിരിക്കുന്ന 1177 വരെയുള്ള ഭൂമിക്ക് സ്ഥിരാവകാശം കൊടുക്കുക, ഉപാധിരഹിത പട്ടയം കൊടുക്കുക, ഈ ആവശ്യമാണ് എന്നും ദീർഘനാളുകളായി ഉയർന്നു വന്നിരുന്നത്. അത് 2005 വരെയുള്ള കൈവശക്കാർക്ക് കൊടുക്കും എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് കൂടുതൽ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഭൂമി സർക്കാർ ഭൂമി പുതിയതായി കൈയേറിയിട്ട് ആളുകൾക്ക് കൊടുക്കാനാണോ, അതോ ഇനിയിപ്പോ മാധവ ഗാർഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കാൻ പോകുന്നുണ്ട്. നിലപാടെടുക്കുമ്പം അത് പട്ടയമൊന്നും കിട്ടുകയില്ലെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കാരണമാണത്. ഞങ്ങൾ മുഴുവൻ ഭൂമിക്കും പട്ടയം കൊടുക്കാൻ തയ്യാറായി. 2005 വരെയുള്ള കൈവശത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ടൊടുവിൽ കേന്ദ്ര നിലപാട് ആണിപ്പോ വന്നത് എന്ന ന്യായം പറഞ്ഞു നിൽക്കാനാണോ എന്നും സംശയം തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു കാര്യം കുഴപ്പമാണ്, 2005 വരെ അവിടെ ഭൂമി കൈയേറ്റം നടന്നു എന്ന് പറയുന്നത്. അതായത് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഷഫീർ താങ്കളെ കുറിച്ച് വ്യക്തിപരമായി തന്നെ ചില അഭിപ്രായങ്ങൾ പറയുന്നു ഈ ഒരു വിഷയത്തിൽ. ഈ റിസോർട്ട് മാഫിയകൾ എന്ന പേരിൽ സഖാവ് VS അച്യുതാനന്ദൻ അയച്ച ഉദ്യോഗസ്ഥന്മാരുടെ കാലും കൈയും വെട്ടുമെന്ന് പറഞ്ഞ സഖാവാണ് സഖാവ് MM മണി. അദ്ദേഹം ഇപ്പൊ എന്താ പറയുന്നേ? അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ വ്യക്തമായി ആധികാരികമായി പറയൂ മിസ്റ്റർ മണി, താങ്കൾ പറയൂ. 2000 ഞാൻ ഈ ബഷീർ എന്ന് പറയുന്ന നേതാവിനെ ഇന്നേ വരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഇങ്ങോട്ട് അറിയാനും മേല. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ റിസോർട്ട് മാഫിയയുടെ ആളാണോ ഇല്ലെന്ന് ഇടുക്കി ജില്ലയിൽ വന്ന് അവിടെ ജനങ്ങളോട് ചോദ്യം, കൃഷിക്കാരോടും അവിടെ ജീവിക്കുന്ന ജനങ്ങളോട് ചോദ്യം MM മണിയും തീർച്ചയായും കൃത്യമായ നിലപാടുകൾ ശ്രീ MM മണി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ തിരുത്തുന്നു, അദ്ദേഹം ഇപ്പോൾ CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി അല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, ഇടുക്കി ജില്ലാ സെക്രട്ടറി അല്ല. എങ്കിൽ പോലും നിലപാടുകളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു. ഇനി എന്ത് പറയാനുണ്ട്? എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിനകത്ത് അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനത്തെ സംബന്ധിച്ചൊരു തുറന്ന സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അതിനെ സംബന്ധിച്ച് ടെക്നിക്കാലിറ്റിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നാളെ റവന്യൂ വകുപ്പ് മന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കും. ഇടുക്കി അല്ല, ദുരൂഹതയെന്നല്ല, ഇതിനെ സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഹരീഷ് വാസുദേവ്, താങ്കൾക്ക് എന്തൊക്കെയാണ് സംശയങ്ങൾ? ഈ ഒരു ഇന്നത്തെ ഒരു അസാധാരണ ഗസറ്റ് വിജ്ഞാപനം, ഒരുപക്ഷെ 2 ആഴ്ച മുമ്പൊക്കെ ഇത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് നമ്മളിപ്പോൾ ഷാജൻ സ്കറിയ പങ്കുവയ്ക്കുകയുണ്ടായി. എങ്കിൽ പോലും ഇത്തരം ഒരു നീക്കത്തിന് പിന്നിൽ എന്തായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീ ഷഫീറിന്റെ മുമ്പിൽ അഡ്വക്കേറ്റ് എന്ന് എഴുതി കണ്ടു. അദ്ദേഹം നിയമം പഠിച്ചിട്ടുള്ള, നിയമം പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു നിയമം പാസ്സാക്കുന്നത് നിയമസഭയാണ്. ആ നിയമസഭ പാസ്സാക്കിയ നിയമത്തിന് ഉദ്യോഗസ്ഥർക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കാം. ആ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഭേദഗതി ചെയ്യണമെങ്കിൽ നിയമസഭയുടെ പ്രത്യേക അനുമതി വേണം. അത് ഗുരുതരമായ ചട്ടഭേദഗതിയാണെങ്കിൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ അനുമതി വേണം. സബ്ജക്റ്റ് കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ പാസ്സാക്കുന്ന ചട്ടങ്ങൾ 6 മാസത്തിനകം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും അത് അവതരിപ്പിക്കുകയും സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുകയും പാസ്സാക്കുകയും ചെയ്തില്ലെങ്കിൽ ആ നിയമം അസാധുവാകും. ഇത് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമാണോ? എന്തുകൊണ്ടാണ് നിയമസഭയുടെ അംഗീകാരം മേടിച്ചാൽ മതിയെന്ന് ഹരീഷ് സമ്മതിച്ചല്ലോ. കേവലം 7 ദിവസങ്ങൾക്ക് മുമ്പ് ജൂൺ 1
6 മാസത്തിനകത്ത് ഈ ചട്ടം നിയമസഭയുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ മതി എന്ന് ഹരീഷ് സമ്മതിച്ചല്ലോ. ഞാൻ സമ്മതിക്കുന്നു. കേരള നിയമസഭയുടെ അംഗീകാരം വാങ്ങി ഈ നിയമം പാസ്സാകുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഏറ്റെടുക്കുന്നു വ്യക്തിപരമായി. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിലെ നിയമസഭയോടും വിശദീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുക തന്നെ ചെയ്യും. ഷഫീർ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പറഞ്ഞോളൂ ഹരീഷ്, പറഞ്ഞോളൂ. ഒരാളോടും അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പിൻവാതിലൂടെ ഇറക്കിയിട്ടുള്ള ഉത്തരവാണിത്. പത്മകുമാർ എന്ത് പറയുന്നു? അല്ല, ഇത് വളരെ വ്യക്തമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഇത് യഥാർത്ഥ കർഷക സ്നേഹവും അല്ല, ജനങ്ങളുടെ കൃത്യമായ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരല്ലേ നിയമസഭയിലൂടെ അതാണ്. അത് എന്തുകൊണ്ടെന്നാൽ അതാണ് ചോദ്യം. കോൺഗ്രസിനകത്ത് തന്നെ അല്ലെങ്കിൽ UDF-നകത്ത് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇത്തരം കാര്യത്തിൽ വ്യക്തത കൈവരുത്താനോ അല്ലെങ്കിൽ അതിലൊരു നയപരമായ ഒരു നിലപാടാക്കി മാറ്റുവാനോ ഉള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അതൊരു രഹസ്യ ഇടപാടാക്കി കൊണ്ടുപോകും. അതാണല്ലോ ഇതില് കേരളത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുക. UDF ഭരണത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവർ പൂർണ്ണമായുള്ള തീരുമാനങ്ങൾ അവരെടുക്കുന്നു. മറ്റാരും ചർച്ച ചെയ്യുന്നില്ല, കൂട്ടുത്തരവാദിത്വമില്ല. അവരാണ് തീരുമാനം എടുക്കുന്നത്, അവർ തന്നെ നടപ്പിൽ വരുത്തും. പിന്നീട് KPCC പ്രസിഡന്റും ക്യാബിനറ്റിലുള്ളവരും അറിയുന്നത് പിന്നീട് പത്രത്തിൽ വരുമ്പോഴോ മറ്റു കാര്യങ്ങളിലാണ്. ഇതില് വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടോ എന്ന് നേരത്തെ ആ പത്രപ്രവർത്തകൻ പറഞ്ഞ് വളരെ വ്യക്തമാണ്. ഇവരെ ഒരു കർഷക സ്നേഹവുമില്ല, ഒരു പാവപ്പെട്ടവരെ കുറിച്ചൊരു സ്നേഹമില്ല. എങ്കിൽ 3 സെന്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാത്തു നിൽക്കുന്നതിന് വേണ്ടി അവർ കൊടുക്കില്ലേ? മലയോരത്ത് ഈ 4 ഏക്കറും 5 ഏക്കറും പട്ടയം കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. സീറോ ലാൻഡ് പദ്ധതി അത് എവിടെ എത്ര ഈ സീറോ ലാൻഡ് പദ്ധതി പ്രകാരം കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും സമ്പൂർണ്ണമായിട്ട് ഭൂമി കൊടുത്ത സർക്കാരാണ്. ഇവിടെ എവിടെ അഴിമതി? ഭൂമി കൊടുത്തല്ലോ, കൈവശാവകാശ രേഖ കൊടുത്തല്ലോ. ജനസമ്പർക്ക പരിപാടിയെ കുറിച്ച് താങ്കൾക്ക് അറിയാലോ. എല്ലാ ജില്ലകളിലും നടത്തുന്ന ജനസമ്പർക്ക പരിപാടികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ നിയമസഭ. ഹരീഷ് പറയൂ. ഹരീഷ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർക്ക് പട്ടയം കൊടുത്ത ശ്രീമതി സോണിയാഗാന്ധി നേരിട്ട് വന്നു കൊടുത്ത പട്ടയങ്ങൾ വാങ്ങിയ ആളുകൾ പട്ടയഭൂമി എവിടെയാണെന്ന് അറിയാതെ അലിഞ്ഞു നടക്കുകയാണ്. അത് നിയമക്കുരുക്കിലായതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് ഭൂമി കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി കൊടുത്തുകൊണ്ടായില്ല. ആളുകൾക്ക് ഭൂമി കാണിച്ചു കൊടുക്കണം. അതായത് ജില്ലാ കളക്ടർമാരുടെ ഇടയിൽ ഒരു മോണിറ്ററിംഗ് സമിതി വെച്ചിട്ടുണ്ട്. അവിടെ മാറിപ്പോകുന്നു. പക്ഷേ ഒരുപക്ഷെ നമുക്ക് ഇതൊരു അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രീ ഹരീഷ് കൂടി കേൾക്കാനാണ്. പുതിയ വിജ്ഞാപന പ്രകാരം 2005 ജൂൺ 1 വരെയുള്ള കുടിയേറ്റങ്ങൾക്ക് നിയമസാധുത ലഭിക്കും. 4 ഏക്കർ വരെ കൈവശാവകാശ ഭൂമിക്ക് പട്ടയം നൽകാനും ഈ വിജ്ഞാപനം വ്യവസ്ഥ ചെയ്യുന്നു. കൈവശത്തിലിരിക്കുന്ന ഭൂമിയാണെങ്കിൽ 4 ഏക്കർ വരെ ഉപാധിരഹിത പട്ടയം ലഭിക്കും. ഇതോടെ 1977 മുൻപ് കുടിയേറിയ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം ലഭിക്കും. ഇതിന്റെ സാങ്കത്യങ്ങൾ ഇതിൽ എത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടി. 2 കാര്യങ്ങൾ നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ. എസ്റ്റേറ്റ് മാഫിയയെ സംരക്ഷിക്കാൻ ഇത് എത്രമാത്രം ഇപ്പോഴത്തെ ഈ പുതിയ നിയമ ഭേദഗതി സഹായിക്കും എന്നുള്ള CPM-ന്റെ വാദഗതി എത്രമാത്രം ശരിയായിരിക്കും. അതോടൊപ്പം ഈ 2005 ഭേദഗതി പ്രകാരം 1 ഏക്കർ കൈവശാവകാശ ഭൂമിക്ക് മാത്രമാണ് പട്ടയം ലഭിക്കുക. അത് മാറ്റിയെടുക്കുന്നു. 2009 ഭേദഗതിയോടെ പട്ടയം ലഭിച്ച ഭൂമിയുടെ കൈമാറ്റം 25 വർഷത്തേക്ക് തടയുന്ന ഒരു നിയമം കൂടി ഉണ്ടായിരുന്നു. അതും എടുത്തു കളയുന്നു. അവിടെ ആയിരിക്കുമോ ഇതിന്റെ ദുരൂഹത? ഹരീഷ് വാസുദേവൻ. അല്ല, നമുക്ക് ലാൻഡ് അസൈൻമെന്റ് ആക്ടിന്റെ ഒരു ഭരണഘടനാ സാധുത പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം. ഈ ചർച്ച വളരെ സമയക്കുറവുകൊണ്ട് ഞാൻ പറയുകയാണ്. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ ഫ്രീഡം ആക്ട് അനുസരിച്ച് 1947 അനുസരിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിന് അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കർഷകർക്ക് കൃഷി ആവശ്യത്തിനും വീട് നിർമ്മിക്കുന്നതിനു വേണ്ടിയും ചെറുകിട ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി പട്ടയം കൊടുക്കാനുള്ള അധികാരം മാത്രമാണ് സംസ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് കൈവശം വെക്കാനല്ലാതെ അത് വിൽക്കാനുള്ള അവകാശം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് വാസ്തവത്തിൽ അധികാരമില്ല. അതുകൊണ്ടാണ് 25 വർഷത്തെ റെസ്ട്രിക്ഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. ആ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്ന അവരുടെ ഗുണത്തിനാണ്. കാരണം ഇത്തരത്തിൽ കൈവശം കിട്ടുന്ന ആളുകളെ മദ്യപിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വകയിരുത്തിയിട്ടോ ആളുകൾ ഭൂമി തട്ടിയെടുക്കുന്നു. അതുകൊണ്ട് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് വാസ്തവത്തിൽ ആ ഭൂമി 25 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യരുതെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ബാങ്കിൽ പണയം വെക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ കോഫി ബോർഡിലോ ടീ ബോർഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റബ്ബർ ബോർഡിലോ പണയം വെക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേണം പട്ടയം കൊടുക്കാൻ. ഇവിടുത്തെ സംഭവം ഇപ്പോൾ 25 വർഷം എന്നുള്ള ഇത് പൂർണ്ണമായി എടുത്തു കളഞ്ഞിരിക്കുന്നു. ആരുടെ എടുത്തു കളഞ്ഞിരിക്കുന്നത്? കയ്യേറുന്ന ആളുകൾക്ക് ഇത് കിട്ടിയാൽ പിറ്റേ ദിവസം വിൽക്കാം. അതേസമയം 3 സെന്റ് കാത്തു നിൽക്കുന്ന സീറോ ലാൻഡ്ലെസ് കേരളക്കാരൻ 25 വർഷത്തേക്ക് വിൽക്കാൻ പാടില്ല. ഇത് എവിടുത്തെ ന്യായം? നിയമം അനുസരിക്കുന്നവന് ഒരു നിയമവും
നിയമം അനുസരിക്കാത്തവന് നിയമത്തിൽ ഇളവും കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇത് എന്ന് പറയാൻ കൃത്യമായ ഒരു ഉദാഹരണമാണിത്. ഇനി ഭരണഘടന അനുസരിച്ച് നിയമം അനുസരിച്ച് കയ്യേറാതെ ഇരിക്കുന്ന ആളുകൾ മണ്ടന്മാരാണ് എന്ന ഒരു കാര്യമാണ് സർക്കാർ പഠിപ്പിക്കുന്നത്. തോട്ടങ്ങളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ അതിന്റെ ഇളവ് കിട്ടുകയുള്ളൂ. ഒരു തോട്ടമുടമയും 3 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ആളല്ല, നമുക്കറിയാം. അതുകൊണ്ട് വൻകിട തോട്ടങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ ഗുണം കിട്ടില്ല. അത്തരത്തിലുള്ള തെറ്റായ വാദഗതികൾ ഇതിനോട് കൂട്ടിച്ചേർക്കുന്ന ഇതിന്റെ യഥാർത്ഥ മെറിറ്റിന് അപകടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി താങ്കൾക്ക് പറയാം. നമുക്ക് അതായത് ഈ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളായിട്ടുള്ള ചില മേഖലകൾ ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെങ്ങളിൽ ഈ റിസോർട്ടുകൾക്ക് വേണ്ടി, അത് പ്രത്യേകിച്ച് LI പട്ടയം തുടങ്ങിയ പട്ടയങ്ങൾ, കൃഷിക്ക് വേണ്ടി നൽകിയിട്ടുള്ള പട്ടയങ്ങൾ ഈ കൈമാറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം വീണ്ടും വരുമ്പോൾ റിസോർട്ടുകൾക്കും അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റുകാർക്കും അത് ഗുണകരമായി ഭവിക്കില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ഇടുക്കി കഴിഞ്ഞാൽ അവിടുത്തെ ലാൻഡ് റവന്യൂ റെക്കോർഡ്സ് പലതും ഇല്ല. പല വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും രേഖകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പല റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അതിന്റെ പേരിൽ സസ്പെൻഷനിലാണ്. അത് ഉപയോഗിക്കുന്നത് അവിടുത്തെ റിസോർട്ട് മാഫിയയും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ബിനാമികളായി പ്രവർത്തിക്കുന്ന ചില ആളുകളുമാണ്. എല്ലാവരും അല്ല, ചില ആളുകൾ. അവർ പുറമ്പോക്ക് ഭൂമികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു, പുഴ പുറമ്പോക്കുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു, കുന്നിന്റെ ഏറ്റവും തലപ്പുള്ള ഭാഗങ്ങൾ കൈവശപ്പെടുത്തി യൂക്കാലിപ്റ്റസ് കൃഷി നടത്തുന്നു. ഇത്തരത്തിൽ ഗൗരവമായ വിഷയങ്ങൾ, കയ്യേറ്റങ്ങൾ, 500 ഏക്കറിലധികം കയ്യേറ്റങ്ങൾ നടത്തിയ വില്ലേജുകൾ അവിടെയുണ്ട്. ഇതെല്ലാം സർക്കാരിന് മുമ്പ് നിൽക്കുമ്പോഴാണ് 2005 വരെയുള്ള കയ്യേറ്റങ്ങൾ സാധൂകരിക്കപ്പെടുന്നത്. അത് ബെനിഫിറ്റഡ് ആവുന്നത്, അത് ഗുണം കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാറിലെ ഏതാണ്ട് 200-ലധികം വരുന്ന അനധികൃത കയ്യേറ്റങ്ങൾക്കാണ്. മൂന്നാറിലെ മാത്രമല്ല, 13 ജില്ലകളിലുള്ള മലയോര മേഖലകളിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾക്കാണ് ഗുണം ചെയ്യുക. മാത്രമല്ല, ഇത് പട്ടയമേളകളെ അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടുപോവുകയും അടുത്ത നിയമക്കുരുക്കിലേക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകളെ കോടതിയിലേക്ക് വലിച്ചഴപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇത് വരാനിരിക്കുന്ന സത്യസന്ധരായിട്ടുള്ള കർഷകർക്ക് പോലും പട്ടയം കിട്ടുന്ന നടപടി അവസാനിപ്പിക്കും. അതുകൊണ്ട് ഇടുക്കിയിലെ കർഷകർ കൂടി ഇതിനെതിരായി സമരത്തിന് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണല്ലോ താങ്കൾ. ഈ വന നിയമം അല്ലെങ്കിൽ ഇത്തരം ഭൂമി കയ്യേറ്റത്തിന്, സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യൽ, കുടിയേറ്റം അല്ലെങ്കിൽ കയ്യേറ്റം, ഇത്തരം കാര്യങ്ങളിലുള്ള BJPയുടെ നിലപാട് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമില്ലാതെ ഇതെല്ലാം കടുത്ത നിലപാടുകളോ അല്ലെങ്കിൽ നിയമം നിർമ്മാണം നടത്താനോ സാധിക്കില്ല എന്നുള്ള നിയമവശം കൂടി ഹരീഷ് വാസുദേവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എങ്ങനെ പ്രതികരിക്കുന്നു? എങ്ങനെയാണ് നിലപാട്? അല്ല, ഇതിൽ ശക്തമായൊരു കേന്ദ്ര നിയമം ഉണ്ടല്ലോ. ഈ വന നിയമത്തെ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് വളരെ ശക്തമായ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കണ്ടീഷൻസുകളാണ് ഉള്ളത്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് ഇവർക്കറിയാം കേന്ദ്ര നിയമത്തിന്റെ ഈ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ കേന്ദ്രത്തിന്റെ മണ്ടയിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ്. ഇപ്പൊ അത് ഒരു സൈഡിൽ. അതോടൊപ്പം തന്നെ ഹരീഷ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നിലവിലുള്ള ഇടുക്കിയിലെ പ്രത്യേകിച്ച് മൂന്നാറിൽ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇന്ന് എടുത്തിട്ടുള്ള കേസുകളെല്ലാം ദുർബലമാവാൻ പോവുകയാണ്. ഇത് റിസോർട്ട് മാഫിയകൾക്ക് വേണ്ടിയിട്ടാണ്. 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ 4 ഏക്കർ കൈവശം വെച്ചിരിക്കുന്ന റിസോർട്ട് മാഫിയകൾക്ക് ഗുണകരമായ ഒരു നിലപാട് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഈ സാധാരണക്കാരായ കർഷകരുടെ ക്ഷേമം മുന്നിൽ നിർത്തിക്കൊണ്ടല്ല, കർഷകരെ വഞ്ചിക്കുന്നുള്ള നിലപാടാണ്. തീർച്ചയായിട്ടും ഇത് കോടതിയിൽ ചോദ്യം. അപ്പോൾ ഈ 1977 ഒരു സീലിംഗ് പോയിന്റ് വെച്ചുകൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള കർഷകരുടെ പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം അവസാന ചോദ്യവും അവസാന ഉത്തരവും എല്ലാ അതിഥികളോടും. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നിയമ ഭേദഗതി അല്ലെങ്കിൽ ഈ ഒരു അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ നിയമസാധുതയെ താങ്കൾ ചോദ്യം ചെയ്യുമെന്ന് ഈ ചർച്ചയിൽ തന്നെ താങ്കൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒപ്പം ഇത് KPCC പ്രസിഡന്റ് തന്നെ ഇതിലൊരു കല്ലുകടി അദ്ദേഹത്തിന് തോന്നിയെന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രതിനിധികൾക്കും വലിയ യോജിപ്പൊന്നുമില്ല. CPIMന്റെ നിലപാടിലും ഇത്തരം ഈ ഒരു തീരുമാനത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ളതാണ്. എന്തായിരിക്കണം ഇനി ഉണ്ടാവുന്ന തീരുമാനം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഈ ഒരു വിജ്ഞാപനവുമായി മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കുമോ സർക്കാർ ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു തിരുത്തലിന് സാധ്യതയുണ്ടോ? ശ്രീ ഹരീഷ് വാസുദേവ്, സർക്കാർ ഇക്കാര്യത്തിൽ ഈ ഉത്തരവ് തിരുത്തി പിൻവലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയിൽ ചോദ്യം ചെയ്യും. എന്ന് മാത്രമല്ല, സർക്കാർ ഈ ഉത്തരവ് പിൻവലിച്ചാൽ പോലും സർക്കാരിനെ ഒഴിച്ചു നിർത്തിയുള്ള ഈ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന തരത്തിൽ. കാരണം നമുക്കറിയാം, സർക്കാരുകൾ ഒരു കാലപരിധിക്കുള്ളിൽ വരുന്ന ആളുകളാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്, രാഷ്ട്രീയ നേതാക്കളും മുന്നണികളുമാണ്. പക്ഷേ അവരെ നിയമം പഠിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്.
ശ്രീ വിശ്വാസ് മേത്ത അത്തരത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. നിയമം മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവരെ നിയമം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള ചീഫ് സെക്രട്ടറിയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥനും ഇക്കാര്യത്തിൽ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ഞാൻ ഒട്ടും വികാരപരമായി പറയല്ല, കുടുംബം വിറ്റായാലും സുപ്രീം കോടതി പോയി ഈ കേസ് ഈ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെ ശിക്ഷിപ്പിക്കുന്ന തരത്തിൽ ഇനി മറ്റൊരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിൽ കയ്യേറ്റങ്ങൾ സാധൂകരിക്കുന്ന ഉത്തരവിറക്കാത്ത തരത്തിൽ മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അത് ഗ്രീൻ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ഈ കാര്യം ചോദ്യം ചെയ്യും. വനം ഭൂമി കയ്യേറ്റം, ഇപ്പോൾ പെരിഞ്ചാംകുട്ടിയിൽ വനഭൂമി ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങളാണ് സാധൂകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരും. ഇത് മന്ത്രിക്കുമാർക്കും സർക്കാരിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമായി, ഒരു അധ്യായമായി മൂന്നാറിലെ കാര്യം പറഞ്ഞതുപോലെ ഞങ്ങൾ എഴുതി ചേർക്കാനാണ് ഇന്നു മുതലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രമം. ശ്രീ സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുണ തന്നിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകും. അഡ്വക്കേറ്റ് BRM ഷഫീർ, താങ്കളോട്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നിയമപരമായിട്ടുള്ള ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള നീക്കങ്ങളെ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒപ്പമായിരിക്കുമോ അതോ KPCC പ്രസിഡന്റിനൊപ്പമായിരിക്കുമോ കോൺഗ്രസ് പ്രവർത്തകർ താങ്കൾ ഉൾപ്പെടെയുള്ളവർ നിലകൊള്ളുക? ഭരണത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അവസാന വാക്ക് എന്നതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അവസാന വാക്ക് കേരളത്തിലെ ബഹുമാനായ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വികാരം പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം അദ്ദേഹത്തിന്റെ വികാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ അസാധാരണമായ ഓർഡിനൻസിനെ വിജ്ഞാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ KPCC ഇടപെട്ടുകൊണ്ട് തിരുത്തും. താങ്കൾക്ക് അത് ബോധ്യപ്പെട്ടില്ലേ? തിരുത്തും മാത്രമല്ല, എന്നാൽ കർഷകർക്ക് അനുകൂലമായ സമീപനത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാവില്ല. 3, റിസോർട്ട് മാഫിയകളും വനം മാഫിയകളും കയ്യേറ്റ മാഫിയകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1% പോലും ഗുണകരമാകുന്ന ഒരു സമീപനം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാവത്തില്ല. 4, മൂന്നാർ കയ്യേറ്റത്തിന് ശേഷവും മതികെട്ടാൻ കയ്യേറ്റത്തിന് ശേഷവും നടന്നിട്ടുള്ള ഒരു കേസിലും ഈ ഉത്തരവ് കൊണ്ട് ഒരു തരത്തിലുള്ള ദുർബലതയും സംഭവിക്കരുത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുവരുത്തും. നാളെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷം വളരെ നല്ലത്. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. KPCC അഡ്വക്കേറ്റ് BRM ഷഫീർ, താങ്കളുടെ ഈ ഒരു പ്രത്യാശ, താങ്കളുടെ ഈ ഒരു തെറ്റിനെ അംഗീകരിക്കാനുള്ള മനസ്ഥിതി കോൺഗ്രസിലെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാവട്ടെ. നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് KPCC പ്രസിഡന്റ് VM സുധീരനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അദ്ദേഹം നട്ടലുണ്ടെങ്കിൽ ഇതിലൊരു തീരുമാനമെടുക്കട്ടെ. വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് JR പത്മകുമാർ, അഡ്വക്കേറ്റ് BRM ഷഫീർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, ശ്രീ MM മണി, ഒപ്പം ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഷാജൻ സ്കറിയ മാധ്യമപ്രവർത്തകൻ.